ജയറാം മരിക്കുന്നു, ജയറാമിന്റെ ഹാർട്ട് എടുത്തിട്ട് മുകേഷിന് വയ്ക്കുന്നു. അപ്പോഴും മുകേഷിന് ആയുഷ്കാലം അതാ വെച്ചിട്ട് എനിക്ക് അറിയാമായിരുന്നു. കൊനിച്ചുവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. നമ്മളപ്പോഴ് ഒരു അണ്ടർ റേറ്റഡ് ആനിമെ റെക്കമെൻഡേഷൻസുമായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഐ ആം ജുബേർ ഖാൻ, ഐ എം വാണി, അതിൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പം വാണിയാണ് ഇന്നത്തെ റെക്കമെൻഡേഷൻസ് തരുന്നത്, അണ്ടർ റേറ്റഡ് റെക്കമെൻഡേഷൻസ് തരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പുതിയ മറ്റേ കോളേജിൻ്റെ ബിഷപ്പ് മെമ്മോറിയൽ കോളേജ് കോളേജിൽ നമ്മൾ ഒരു പോഡ്കാസ്റ്റ്, നമ്മളൊരു ഹ്യൂജ് പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അന്ന് ഒരാൾ ചോദിച്ചായിരുന്നു മറ്റേ അണ്ടർ റേറ്റഡ് വീഡിയോസിന് വേണ്ടി ഒരു വീഡിയോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിന്നൊരു അണ്ടർ റേറ്റഡ് ആനിമേഷൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് ബ്ലാക്ക് ബട്ട്ലർ. ഐ മീൻ ഒബ്വിയസ്ലി ബ്ലാക്ക് ബട്ട്ലർ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക്, ഇഫ് യു ആർ ഇൻ ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററി, ഇഫ് യു ആർ ഇൻ ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡാർക്ക് സീൻസ്, കുറച്ച് എന്താ പറയുക ഫാൻറ്റസി എല്ലാം കിട്ടുന്ന ഒരു ടുഗെദർ ആനിമയാണ് ബ്ലാക്ക് ബട്ട്ലർ എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിലൊക്കെ നടക്കുന്നത്? സോ ദിസ് ഇസ് ആക്ച്വലി ബ്രിട്ടീഷ് സെറ്റിംഗ്, മിഡീവൽ ഒരു റെനൈസൻസ് പീരീഡിലാണ് ആക്ച്വലി. ഞാനിപ്പോഴാണ് അങ്ങനെ ഒരു പേര് തന്നെ കേൾക്കുന്നത്. ഐ തിങ്ക് ആ ടൈമിൽ ആനിമേഷൻ പീക്കിൽ ചെയ്തേക്കുന്ന വൺ ഓഫ് ദ ഫ്യൂ ആനിമേസിൽ ഒന്നാണ് ബ്ലാക്ക് ബട്ട്ലർ. ആനിമേഷൻ കിടിലാണ്. മറ്റേ എന്താ പറയുക, നമ്മളിപ്പം കുറച്ചും കൂടി മോൺസ്റ്ററൊക്കെ മോൺസ്റ്റർ വൈബിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ആനിമയാണ്. അത് മാത്രമല്ല, ഇത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഇതിന്റെ പ്രൈമറി ലേ ബാക്ക് എന്ന് പറയുന്നത്. റിവെഞ്ച് സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് റിവെഞ്ച് സ്റ്റോറീസ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റോയ് മസ്താങ്ങിൻ്റെ സീൻ ഇതിനകത്ത് ഫുൾ മെറ്റലിനകത്തുള്ളത്. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു. അതുപോലെ നമ്മൾ പെയിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും നറൂട്ടോയിൽ. പക്ഷെ പെയിനിന്റെ ബാക്ക് സ്റ്റോറി വരുന്നത് ആ ഒരു പീസ് ഉണ്ടാക്കണം എന്ന് വരുന്നത് തന്നെ ഷിക്കിമാറുവിന്റെ റിവെഞ്ച് ഉണ്ടായിരുന്നല്ലോ, അത് ലൈക്ക് ഗൂസ് ബംപ് ആയിരുന്നു. എക്സാക്ട്ലി അതേപോലെ. പക്ഷെ ഇതൊരു ഫുൾ സ്റ്റോറി സെറ്റിങ്ങിലാണ്. പിന്നെ മറ്റേത് ഷോണാണ്, ഇതൊരു തരം സൈനനാണെന്ന് പറയാൻ പറ്റും. കാരണം മറ്റേത് മറ്റേ ക്യാരക്ടർ ഷോണനാണ്, പക്ഷേ സൈനനാണ്. സ്റ്റാർട്ട് ടു എൻഡ് ഇപ്പം പെയിൻ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ പറഞ്ഞ റോയ് മസ്താങ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഷോണനകത്തുള്ള വരുന്നത്. പക്ഷെ ഇത് എൻ്റർലി ഒരു ബോയ് ആണ് ഇതിന്റെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് കണ്ടു നോക്കേണ്ട. അല്ല, ഈ ബോയിയെ കാണിച്ചോണ്ട് ഈ ചില ആനിമകള് ബോയിയെ പിള്ളേരെ കാണിക്കും. പിള്ളേരെ കാണിക്കാൻ നമ്മൾ ഇത് ഷോനൻ, അയ്യോടാ പ്രോമിസ്ഡ് നെവർലാൻഡ്, പിള്ളേരെയാണ് കാണിക്കുന്നത്. നമ്മൾ ഏരിയ കൊച്ചു പിള്ളേരെ കാണിക്കുന്നത്, കൊഞ്ചിക്കാൻ തോന്നും, കൊഞ്ചിക്കരുത്. പ്രോമിസ്ഡ് നെവർലാൻഡ്, കണക്ക് മെയ്ഡ് ഇൻ അബിസ്, ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഡിസീവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിനകത്തോട്ട് പെടുത്തുന്നത്. ഉമ്മാർ പെടുത്തു കഴിഞ്ഞാൽ ബ്രോക്ക് ചെയ്ത് തിരിച്ചു വിടും. അതേപോലത്തെ ഒരു സാധനമാണ് ബ്ലാക്ക് ബട്ട്ലർ. അപ്പോൾ നെക്സ്റ്റ് ഓൺ ദി ആനിമേ ലിസ്റ്റ് ഡയമണ്ട് നോയ്സ് എല്ലാവർക്കും ഉള്ള, അല്ല നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. കാരണം ഇന്ത്യയിൽ തന്നെ എത്ര പേർക്ക് ബേസ്ബോൾ കളിക്കാൻ അറിയാം, അല്ലെങ്കിൽ ആ ബേസ്ബോളിൻ്റെ നിയമങ്ങൾ അറിയാമെന്ന് എനിക്കറിയത്തില്ല. അതിൽ തന്നെ കേരളത്തിന് തന്നെ വളരെ ചുരുക്കം, ചിലപ്പം അബൌട്ട് 1000 ഓർ സംതിങ് അത്രയും പേർക്ക് ചിലപ്പം ബേസ്ബോളിൻ്റെ നിയമങ്ങൾ അറിയാൻ സാധ്യതയുള്ളൂ. പണ്ട് ടി വിയിലും അല്ലെ കാർട്ടൂണിലും ബേസ്ബോൾ ഉള്ള അറിവ് ടോം ആൻഡ് ജെറി, ഷിൻചാൻ, ഡോറേമോൺ, ഈ ഒരു ഇതിലൊക്കെയാണ് ഞാനും ഈ സാധനം കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പിച്ചിങ് എന്താണ്, അതേപോലെ തന്നെ ബേസസ് എന്താണ്, അപ്പോൾ ഇതിനെ പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ക്രിക്കറ്റ് പോലുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് ഗെയിമിൽ നിന്ന് നമ്മൾ ബേസ്ബോളിനൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. കാരണം ഒരു കളിയിൽ 2 6 ഒക്കെ അടിക്കത്തോളാന്ന്, 2 ഹോം റണ്ണൊക്കെ കാണത്തുള്ളൂ ഒരു കളിയിൽ മാക്സിമം. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോമ്പറ്റേറ്റീവ് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്പോർട്സ് ആനിമേ പൊതുവെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കളി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ക്രിക്കറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോളറിന്റെ കഥയാണ്.
അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പായി വരുന്നത്, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിനകത്ത് സ്വിംഗ് ബോൾ, ഇൻ സ്വിങ് പറയും, ഔട്ട് സ്വിങ് പറയും, റിവേഴ്സ് സ്വിങ് പറയും. അപ്പോഴും ഈ സ്വിങ്സ് പറയുന്നത് പോലെ ഇതിനകത്തും കുറേ സാധനങ്ങളുണ്ട്. ഈ പറഞ്ഞ ഫാസ്റ്റ് ബോളുണ്ട്, മറ്റേ ഫോർക്ക് ബോളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇത് കാണിക്കുകയെന്നും അതേ കണക്ക് തന്നെ ഇപ്പോൾ സ്പിന്നേഴ്സിന് നമ്മൾ കണ്ടിട്ടില്ലേ, കൈ മറച്ചു വെച്ചിട്ടായിരിക്കും ഇവർ വരുന്നത്. കാരണം ഏത് ഗ്രിപ്പിലാണ് പിടിച്ചിരിക്കുന്ന അറിയാതിരിക്കാൻ വേണ്ടി. അതേപോലെ ഇവൻ്റെ ഈ ബോളിംഗ് ആക്ഷനകത്തും ഈ ഒരു ഇത് മറച്ചു വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ക്രിക്കറ്റ് ഇഷ്ടമാണ്, ബേസ്ബോളിൻ്റെ കുറേയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഡയമണ്ട് വൈസ്. ഹൈ മൊമെന്റ്സ് ഇഷ്ടംമാരുണ്ട്. ഓക്കെ, ഇത് ബേസ്ബോൾ കണ്ടിട്ടില്ലാത്ത, ഇതിപ്പോൾ കാണാത്ത ഒരാൾക്ക് ഇത് കാണാൻ പറ്റും. ബേസ്ബോൾ അറിഞ്ഞൂടാത്തവരാക്കാം. ലൈക്ക് ഇപ്പം ഹജിമേന ഇപ്പോൾ എന്നുള്ളൊരു ആനിമ എടുത്തു കഴിഞ്ഞാൽ പോകുന്ന അല്ലെങ്കിൽ ഹൈക്ക് പോകുന്ന ടൈമിൽ നമുക്ക് അതിന് ആ ഗെയിമിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഗെയിം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരും. അത്രയും കൃത്യമായിട്ട് പഠിപ്പിച്ചിരുത്തില്ല. ഇപ്പം ഡംസി റോൾ എന്തുവാണെന്നൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരും. അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മൈക്ക് ടൈസൺ ഡംസി റോൾ ചെയ്യുന്ന ആളാണ്. നമുക്ക് കുറെ ബീക്കപ്പ് ഡംസി റോളും പുള്ളി ചെയ്യും. അപ്പോൾ അത് നമുക്ക് കുറച്ച് അറിയായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഒരു ഫൈറ്റ് കൺട്രോളുള്ള ഒരാൾക്ക് മൈക്ക് ടൈസൺ ചെയ്യുന്ന കണക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിനൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരാള് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് അണ്ടർറേറ്റഡ് ആണ്. ആനിമേ അണ്ടർറേറ്റഡ് ആണ്, സ്പോർട്ടും അണ്ടർറേറ്റഡ് ഇവിടെ. സോ അതുകൊണ്ട് ചില ഇഷ്ടപ്പെടുമായിരിക്കും. ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ പറയത്തു. ഓഫ് ദ ടോപ്പിക്, ബേസ്ബോൾ ബാറ്റ് ഇസ് എ ഗ്രേറ്റ് ടൂൾ ഫോർ 2K കിഡ്സ്. അല്ല, ബേസ്ബോൾ അതൊരു വലിയൊരു ചർച്ച ഉണ്ട്. ബേസ്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ ഏറ്റവും പാടുള്ള ഗെയിം എന്ന്. അത് പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ബിക്കോസ് ഓഫ് ദ ബാറ്റിന്റെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണോ, ബാറ്റിന്റെ കർവേജ്, രൂപം, വെയിറ്റ്, അത് കണക്ക് തന്നെ ബോളിന്റെ ലോ ആംഗിൾ ത്രോ, സ്പീഡ്, ബോളിന്റെ റൺ എടുക്കാനുള്ള പാട്, ബിക്കോസ് അത്രേ ഓടണമല്ലോ, ഒരു റൺ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ബേസ്ബോൾ നമുക്ക് ബേസ്ബോളിൽ വോട്ട് ചെയ്യാം. ബേസ്ബോളാണ് അടുത്തത്. ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. ഇത് പ്രീവിയസ്ലി ഭയങ്കരമായിട്ട് ഹൈപ്പ് അപ്പ് ചെയ്ത് വന്നിരുന്ന ഒരു ആനിമേ ആയിരുന്നു. പിന്നെ ഒരു ഡ്രോപ്പ് ആയി, അത് പിന്നെ ഡിസപ്പിയർ. ബ്രദർഹുഡ് ഇത്രയും കാലമായിട്ട് ഐ തിങ്ക് ബെസ്റ്റ് ആനിമേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ടോപ്പ് ആനിമേ ആണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. ഐ തിങ്ക് ഇപ്പോ ഫ്രൈറനാണ്. പക്ഷെ അതിന് മുന്നേ ഒരാൾ അതന്നെ ഫ്രൈറനാണ്. തൊട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിന്റെ ഫാൻസ് പുഷ് ചെയ്യാൻ നോക്കി, അതിന്റെ ഇടയ്ക്ക് പക്ഷെ നടന്നില്ല. അല്ല, ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിന്റെ റിയൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടോക്സിക് ആണ്. അവർക്ക് ഒറ്റ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കണം, ഫസ്റ്റ് അടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതിന്റെ സ്റ്റോറി ഭയങ്കര കിടിലമാണ്, ടു ബി വെരി ഫെയർ. അതിനെക്കാട്ടിലും ബെറ്റർ സ്റ്റോറി വരാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രോപ്പർ എൻഡിങ് ഉണ്ടല്ലോ, പ്രോപ്പർ എൻഡിങ് ഉണ്ട്. അത് മാത്രമല്ല, ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് സെക്കൻഡ് ഇറങ്ങിയ ആനിമ, ഫസ്റ്റ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ആണ് ഇറങ്ങിയത്. അത് അത്ര കിക്കാവാതെ അവര് റീഡു ചെയ്ത സാധനം അസലായിട്ട് റീഡു ചെയ്തത്. ലൈക്ക് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിട്ട് ഒന്നാമത്തെ ഫസ്റ്റ് ഇത് ഇറക്കിയത്. അത് എസ്പെഷ്യലി മോണിറ്ററി ബെനിഫിറ്റ് അല്ല അവരുടെ മെയിൻ സാധനം. കാരണം അതിന് നല്ലൊരു അഡാപ്റ്റേഷൻ വേണമായിരുന്നു. കാരണം ഇപ്പം ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് എന്ന് പറഞ്ഞ മാൻവയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു അഡാപ്റ്റേഷൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു അഡാപ്റ്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇത് സർവേ പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. എന്താവും അറിയത്തില്ല. അതേപോലെ ഈ പറഞ്ഞ ബ്രദർഹുഡിന് ഇതേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് മാങ്കയായിരുന്നു മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അനിമെ സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പേസിങ്ങിലേക്ക് പോകാൻ തുടങ്ങി. ഒരു ടൈമിലായപ്പോൾ ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി. ക്യാച്ചപ്പ് ചെയ്ത് എടുത്തെത്താനായപ്പോൾ മാങ്ക മുമ്പ് പോയില്ല. കാരണം മാങ്ക സ്റ്റോപ്പായ പോലെ ആയിരുന്നു, ലൈക്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ആനിമെ മാങ്കേക്ക സ്റ്റോറി മുമ്പ് പോകേണ്ട അവസ്ഥ വന്നു. സോ സ്റ്റുഡിയോ സ്വന്തമായിട്ടൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തു. പിന്നെ മാങ്കയിൽ പോയിട്ടുള്ള ഒരു സ്റ്റോറി ഇങ്ങനെയും ആനിമയിൽ പോയിട്ടുള്ള സ്റ്റോറി വേറെ ഇതുക. മാങ്കയിലുള്ള എൻഡിങ് ആണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡിലുള്ളത്. അത് നേരെ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിലുള്ളത് ഒരു ഓൺ പറയുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ പ്രൈമറി എക്സാമ്പിൾ ഉണ്ട്, ഞങ്ങൾ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ദ നെക്സ്റ്റ് ഈസ് അക്കാമെ ഗ കിൽ. ഒരു സ്ട്രോങ് ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആണ് അക്കാമെ ഗ കിലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ ഫുൾ ആനിമെ പക്ഷേ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ചെക്കനാണ്.
അതൊരു തരം ഇസക്കായാണ്. അതൊരു ടൈപ്പ് ഇസക്കായ. സ്റ്റോറി എന്താണ്? അല്ലാതെ ഇസക്കായാണ്. സ്റ്റോറി എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇസക്കായ വേൾഡിൽ നമ്മൾ നല്ലൊരു വേൾഡിൽ പോകാനല്ലേ ആഗ്രഹിക്കുന്നത്. മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഒരു വണ്ടർലാൻഡിൽ നമ്മൾ പോകുന്നു, നല്ല അവിടെ നല്ല കിടിലമായ ഒരു ജീവിതം, ഒരു ചെക്കന് വേണ്ടിട്ട് 2 പെമ്പിള്ളേർ അടി ഉണ്ടാക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുന്ന മറ്റേ ഇത്. പക്ഷേ ഇവൻ ചെന്ന് പെടുന്നത് വെറും നക്കി നേറിയൊരു ലോകത്തോട്ടാണ്. പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, ഏത് സ്പോട്ടിലും തല പോകുന്ന അവസ്ഥയിലാണ് അവിടെ ജീവിക്കുന്നത്. അവൻ ഇത്രയും പരഗതി പിടിക്കാത്ത ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇതുവരെ കാണൂല. അവന്റെ റീഇൻകാർണേറ്റ് ചെയ്യുന്നതിന് മുമ്പും അവസ്ഥയാണ്, അതിനുശേഷം പല അവസ്ഥയാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയും ഞങ്ങൾ നേരത്തെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾമെറ്റൽ ആൽക്കെമിസ്റ്റ് FMAയുടെ ബ്രദർഹുഡിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാമെ ഗാ കില്ലിൻ്റെ എൻഡിങ് മാങ്കയായിട്ട് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ റിയൽ മാങ്കയുടെ എൻഡിങ് അല്ല ആനിമയുടെ എൻഡിങ്. മാങ്കയുടെ എൻഡിങ് കുറച്ചും കൂടി കൺവിൻസിങ് ആണ്, പക്ഷെ അതിനകത്ത് മരിക്കുന്നതായിട്ടാണല്ലേ ഇതിനകത്ത്. പക്ഷേ മറ്റേ ആനിമയുടെ എൻഡിങ് അങ്ങനെ. പക്ഷേ മാങ്കയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആനിമയിൽ ഭയങ്കര സഡൻ ആയിട്ട് കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. ആനിമയിൽ പക്ഷേ ഒരു സ്മൂത്ത് ട്രാൻസിഷനിങ് ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് മാങ്കയിൽ ഒരു സ്മൂത്ത് ട്രാൻസിഷനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കൊല്ലുന്നില്ല മാങ്കയ്ക്കകത്ത്. ഐ തിങ്ക് മാങ്കയിലല്ല ആനിമയിലാണോ? ആനിമയിൽ മരിച്ചു. ആര് മരിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷേ മരിക്കും. സ്റ്റോറി കിടിലമാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിപ്രസിങ് ആണ്. ഇത് എൻഡ് ഈസ് എ ബിറ്റ് ഡിപ്രസിങ്. മാത്രമല്ല സ്റ്റോറി ഇറ്റ്സെൽഫ് ഈസ് ഡിപ്രസിങ്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ ആനിമേഷൻ കിടിലമാണ്. ഫൈറ്റ്സ് എല്ലാം പൊളിയാണ്. അതിനകത്തൊരു നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ എഡിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ഈ പറഞ്ഞ യൂട്യൂബ് എഡിറ്റ്സിനകത്തൊക്കെ സ്ഥിരം വേട്ട മൃഗമാണ് അക്കാമെ ഗാ കില്ലിനകത്തുള്ള ഫൈറ്റുകൾ. ക്യാരക്ടേഴ്സ് സ്ട്രോങ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സും സ്ട്രോങ് ആണ്. എസ്പെഷ്യലി ആ മെയിൽ ഫീമെയിൽ ലീഡുണ്ട്. പിന്നെ ഫീമെയിൽ ലീഡിന്റെ കൂടെ വേറൊരു പെണ്ണുണ്ടല്ലോ. ആ പെണ്ണ് വേറൊരു ഒരു അപ്പിയറൻസ് ഉണ്ട് ഒരാളുടെ. അത് ഐ തിങ്ക് നിങ്ങളുടെ എല്ലാവരുടെയും ചെക്കന്മാരുടെ പൊതുവെ ഒരു ഡ്രീം കൈൻഡ് ഓഫ് ക്യാരക്ടറായിട്ടാണ് ആ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ വരുന്നത്. ഒത്തിരി ആൾക്കാരുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. മൂവിംഗ് ഓൺ. സോ ഇഡാട്ടൻ ജാം. സോ 90s ആനിമേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നൊരു ആനിമയാണ് ഇഡാട്ടൻ ജംപ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ ഇൻ ടു റേസിങ്, ഇഫ് യു ആർ ഇൻ ടു നമ്മൾ കാണുന്ന ലൈക്ക് വിഷ്വലി ഭയങ്കര കിടില ആനിമേഷൻ അല്ലെങ്കിലും ആ സംഭവം നമുക്ക് ഹിറ്റ് ചെയ്യും. അതിനൊരു സ്റ്റോറി ഉണ്ട്, അതിനൊരു പോക്കുണ്ട്, അതിനൊരു മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഇനിഷ്യൽ ഡി അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതാ ഒരു ഇനിഷ്യൽ ഡി വിൻ ബ്രേക്കറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ട്രൈ ഔട്ട് ചെയ്യാം. വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ആനിമേ വിൻ ബ്രേക്കർ അല്ല, മാൻവ വിൻ ബ്രേക്കർ. കണക്ക് തന്നെ മറ്റേ പേരെന്തായിരുന്നു ഇത് സിമിലാരിറ്റി ഉള്ളൊരു അനിമ ഉണ്ടല്ലോ, എൻ്റെ പേര് ഓർമ്മ. ഇനിയൊരു അവസരത്തിൽ പറയാം, കിട്ടാന്നുണ്ടെങ്കിൽ താഴത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. If you are into racing, motorcycles, അക്കീര really motivated anime. അക്കീര അല്ല, ഇനിഷ്യൽ ഡി ഞാൻ പറയും, കുറച്ചുകൂടി പറയും. MF ഗോസ്റ്റ് പറയും. ആണക്ക് റീസെന്റ് ആയിട്ടൊരു ഞാൻ ഒരെണ്ണം റെക്കമെൻഡ് ചെയ്തത്, അതാണ് മിഡ് നൈറ്റ്. അതാ അതിന്റെ പേരാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അങ്ങനത്തെ ആനിമേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നൈസാണ്. നെക്സ്റ്റ് ഈസ് GTO പറയാം. ബ്രെയിൻ റോട്ട്. ഓക്കെ, സ്റ്റോറി ഫസ്റ്റ് എപ്പിസോഡിലാണ് ഒരു എക്സ് ഗാങ്സ്റ്റർ ലീഡർ. പുള്ളിക്കാരന് ലൈക്ക് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ടീച്ചർ ആവണമെന്നുള്ളൊരു ആഗ്രഹം. സാക്കമോട്ടോ ഡേയ്സിന്റെ ഫ്ലിപ്പ് വേർഷൻ. നോ അല്ല, സാക്കമോട്ടോ ഡേയ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. പുള്ളിക്കാരന് ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൈൻഡ് ഓഫ്. സാക്കമോട്ടോ ഡേയ്സിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അണ്ണം മുത്തലും മരങ്ങേറ്റം ചെറുതായിട്ട് മറക്കുമല്ലോ. അതെ, പക്ഷെ ഇതിനകത്ത് അണ്ണം മുത്തിട്ട് മരങ്ങേറ്റം മറക്കൂല. ഓ
ഓക്കെ. സോ ടീച്ചറായിട്ടും ഹീസ് ലൈക്ക് റൗഡീസം കാണിക്കുന്നു കുട്ടികൾക്കിടയിൽ. അതുപോലെ തന്നെ ലൈക്ക് ഈവൻ മാണിക്യക്കല്ല് സിനിമയില്ലേ, അതിന്റെ എക്സ്ട്രീം വെർഷൻ. അത് ഷോനാണെങ്കിൽ ഇത് അതിന്റെ ഷെയ്നും വെർഷൻ. ലൈക്ക് ഇത് അടിപൊളിയാണ്. ഇതിനൊരു നല്ലൊരു എൻഡിങ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, പക്ഷെ നല്ലൊരു എൻഡിങ് ആണ് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ ലൈക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് എ ഗുഡ് ആനിമെ. GTO അണ്ടർറേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിപ്പം കാണുന്നുണ്ട്. ഞാനതൊരു 2022 ഒക്കെ അവസാനം കണ്ട് കണ്ടതാ. ഞാൻ 3 തുടക്കത്തിലാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സംഭവം കിടിലമാണ്. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. എല്ലാവരും കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങുക, എന്നിട്ട് എവിടെ വരെ പോകുന്ന നോക്കാം. ഇവൻ ഹൈസ്കൂളിലേക്കാ പഠിപ്പിക്കാൻ പോകുന്നത്. ലൈക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഡയലോഗ് എന്ത് പറയണ്ട, നീ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണ് മനസ്സിലായി. ഇതിന്റെ വഴി മനസ്സിലായി. നെക്സ്റ്റ് ഓൺ ദി ലിസ്റ്റ് ഇസ് സ്റ്റെയിൻസ് ഗേറ്റ്. ഓക്കെ, സൈഫൈ. ഇൻസെപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ കഥ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയിൻസ് ഗേറ്റ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. കാരണം സൈഫൈ ഇപ്പം ഫേമസ് ആയിട്ട് ആനിമകൾ ചെയ്യുന്ന ഒരു സാധനമല്ല, ഭയങ്കര റെയറാണ്. സൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെസ്റ്റേൺ കൾച്ചറിലാണെങ്കിലും പിടിപ്പിക്കാൻ ഭയങ്കര അല്ല, വെസ്റ്റേൺ കൾച്ചറിൽ ഭയങ്കര ഇഷ്ടംമാരും ഉണ്ട്. നമുക്ക് സൈഫൈ ഇഷ്ടമാണെങ്കിൽ റെക്കമെൻഡേഷൻ ഉണ്ട്. പക്ഷെ കിഡിലുമായിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ് സൈഫൈ എന്ന് പറയുന്നത്. അതൊരു നല്ല ഒരു സ്റ്റഡി അതിന്റെ പുറകിലില്ലെങ്കിൽ ഉറപ്പായിട്ടും പാളും. അതിപ്പം അതിനൊരു ഇപ്പോൾ ഒരു നല്ലൊരു സൈഫൈ സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഡോണി ഡാർക്കോയോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ, നമ്മുടെ പ്രീഡെസ്റ്റിനേഷൻ, ട്രയാങ്കിള്. ഇപ്പം ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നൊരു സിനിമയുടെ ഒരു വേവ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലൂപ്പ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അത് ടൈം ലൂപ്പ് ക്യാരി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് കാണുന്നവർക്ക് കൺവിൻസിങ് ആവണം എന്ന് നിർബന്ധമില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാകത്തില്ല സൈഫൈ സിനിമാസ്. പക്ഷെ നമുക്ക് അതിനൊരു ഉത്തരം വേണം. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സ്റ്റെയിൻസ് ഗേറ്റ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അത് സത്യമാണ്. സ്റ്റെയിൻസ് ഗേറ്റ് ഒരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഫസ്റ്റ് എപ്പിസോഡ് ഇഫ് യു ഗെറ്റ് ത്രൂ, പിന്നെ അത് യു വിൽ ബി ഹുക്ഡ് ഉറപ്പായിട്ടും. ഫസ്റ്റ് അല്ല, ഒരു 3 എപ്പിസോഡെങ്കിലും കഴിയണം. ഫസ്റ്റ് എപ്പിസോഡ് ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ 2 എപ്പിസോഡ് കണ്ടിട്ട് കാര്യമില്ല. ഈസിലി നിങ്ങൾ ഡൈവേർട്ടഡ് ആവും, ഈസിലി നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ആനിമയാണ് സ്റ്റെയിൻസ് ഗേറ്റ്. പക്ഷെ നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റോറി ലൈൻ വേണം. അതായത് നിങ്ങളിപ്പോൾ കുറേ സാധനങ്ങൾ കണ്ട് ചപ്പ് ചവറെല്ലാം കണ്ട് അവസാനം ഒരുവിധം മറ്റേ ഒരു ബേസിലെത്തി, ഇനി എന്നെ ഇതിനേക്കാളും എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വരത്തില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും സ്റ്റെയിൻസ് ഗേറ്റ് എടുത്ത് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം ശരിയായിക്കോളല്ല. ആ കിട്ടുള്ള സാധനം. ആനിമേഷനൊക്കെ വളരെ ബ്ലാൻഡാണ്, അങ്ങനെ ഭയങ്കര ഒരു സാധനമൊന്നുമില്ല. അവർ സ്റ്റോറിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻസ് ഗേറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു ചെറിയ മഴ ഇടയ്ക്ക് ഇങ്ങനെ പെയ്യുന്ന കാണിക്കും. ആ സൈഫൈയുടെ ആ ഒരു ഇതവര് ഒരു എന്താ പറയാ, ഒരു തിമാറ്റിക്സ് അവർ സെറ്റ് ചെയ്തു. തിമാറ്റിക്സ് കിട്ടില്ലോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അറൈവൽ സിനിമ 2016 17 ഓസ്കാർ കിട്ടിയുള്ള ഓസ്കാർ സൈഫൈയുടെ കിട്ടിയുള്ള ഇതിന്റെ ഡ്യൂണിന്റെ ഡയറക്ടർ അറൈവൽ. ആ ഒരു അറൈവലിന്റെ ഒരു സെറ്റിംഗ് ഉണ്ട്, അതായത് അതിന്റെ ഒരു തീമുണ്ട്, അല്ലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതായത് ഒരു ചെറിയ മഴക്കോളും ഒരു ചെറിയ മഴയും ഒരു മൂകതയും ആ ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥ, ആ ഒരു നമുക്ക് സ്റ്റോറി നമുക്ക് കൺവേ ചെയ്യും. അതേപോലെ സ്റ്റെയിൻസ് ഗേറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ കൺവേ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ സിമ്പിളായിട്ട് ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല, ഹെവിയാണ് എന്നൊരു ഇത് നമുക്ക് ആദ്യം തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനിമകളിലൊന്നാണ് സ്റ്റെയിൻസ് ഗേറ്റ്. സോ ദാറ്റ്സ് one. Another is Made in Abyss. Made in Abyss ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ആനിമയാണ്, പക്ഷെ എനിക്ക് കാണാൻ പറ്റാത്തൊരു ആനിമയാണ്. സോ ആസ് എ ഫാൻ, യു ആർ എ ഫാൻ റൈറ്റ്? ഞാൻ എൻ്റെ ഫാനൊന്നും അല്ല. റെക്കമെൻഡ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് മാത്രമല്ല, നോട്ട് റെക്കമെൻഡിങ് ടു എവരിബഡി. അത് നിങ്ങളിപ്പം കുറച്ച് സെയിനൻ ജോൺറൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് കൂടുതൽ പറയാനിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിനൻ ഇതിനകത്ത് പോകുന്നതാണ്. ഈ പ്രോമിസ്ഡ് നെവർലാൻഡൊക്കെ കണ്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലെയിൻ, പ്രോമിസ്ഡ് നെവർലാൻഡ്, ഇതൊക്കെ ഇതും റെക്കമെൻഡഡ്. ഡാർക്കാണ്. മെഡിൻ അബിസും ഡാർക്ക് തീം പോകുന്ന സാധനമാണ്.
as dark as Promised Neverland in my opinion, but still it is dark. അപ്പോൾ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുക. അത് എങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മേഡ് ഇൻ അബിസിൻ്റെ കാര്യം. സെവൻത് ടൈം ലൂപ്പ് ഞാൻ വിചാരിച്ചു ഭയങ്കര ക്ലീശയായിട്ടൊരു സാധനമായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ ഭയങ്കര ക്ലെവറായിട്ട് ആ ടൈം ലൂപ്പ് എടുത്തിട്ടുണ്ട്. നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ അഗൈൻ. അത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പം ഈ വെസ്റ്റേൺ സിനിമാസിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കണം. അതും ഒരു വെസ്റ്റേൺ സെറ്റപ്പ് ആണ് ആക്ച്വലി. ആനിമയും വെസ്റ്റേൺ സെറ്റപ്പിലാണ്. പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ട്, ഒരു പ്രിൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഷീ ഡൈസ്. പുള്ളിക്കാരി എന്തൊക്കെ ചെയ്താലും മരിച്ചു പോകുമ്പോൾ റീഇൻകാർണേറ്റ്. ഓക്കെ, പുള്ളിക്കാരി റീഇൻകാർണേറ്റ് ചെയ്യുമ്പം പഴയ ലൈഫിലുള്ള എല്ലാ മെമ്മറീസും പുള്ളിക്കാരത്തേക്ക് നെക്സ്റ്റ് ലൈഫിലും കാണും. സെയിം ലൈഫ്. പുള്ളിക്കാരത്തേക്ക് ഡിഫറെന്റ് ചോയ്സസ് എടുക്കുമ്പോൾ പുള്ളിക്കാരുടെ ലൈഫ് ഡിഫറെന്റ് ആയിട്ട് പോകും. ഇത് എവിടുന്നായിരിക്കും റീഇൻകാർണേറ്റ് ചെയ്ത് വരിക? ആ സെയിം പോയിന്റ്, മരിച്ച സെയിം പോയിന്റ്. കുറെ തിയറീസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈ എഫക്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബട്ടർഫ്ലൈ എഫക്ട് പറയുന്നുണ്ട്. പിന്നെ ടൈം ലൂപ്പ് പറയുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്തോ ഇമോഷണലി സയൻസ് അതിൽ ഭയങ്കരമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓരോ ആസ്പെക്റ്റിലും ഓരോ ലൈഫ് എടുക്കുമ്പോഴും പുള്ളിക്കാരി ഓരോ രീതിയിലുള്ള സയന്റിഫിക് ആസ്പെക്ട്സ് എക്സ്പ്ലോർ ചെയ്ത് അതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തൊരു ആനിമയാണ്. അത് ഈ പറഞ്ഞ സ്റ്റെയിൻസ് ഗേറ്റിന്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, സിംപ്ലി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഉറക്കം തൂങ്ങിയിരുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അത് സത്യം. വളരെ ഈസി ആയിട്ടുള്ള ആനിമയാണ്, പക്ഷെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബ്രെയിൻ റോട്ടിൽ കൂടി കടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പം ഒരു മാസം തന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മറ്റേ കിളവനാണെന്നല്ല, ഈ പറഞ്ഞ ഒരു ബിഫോർ പ്രീ കോവിഡ് ടൈം പീരീഡിൽ വീട്ടിലൊന്നും പറയാനില്ല. 2 കൊല്ലം മുമ്പാണ്, ഈ 2 കൊല്ലമായിട്ടാണ് ബ്രെയിൻ റോട്ടിന്റെ കൂടി വന്നത്. അല്ല, അങ്ങനല്ലടാ. പ്രീ കോവിഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുന്നേ, 5 വർഷം മുമ്പ്. 5 വർഷം. ഞാൻ 2022 6 വർഷം. അല്ല, പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2019 ഇപ്പോൾ എനിക്കൊരു ഒരു സീരീസ് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത്, ഈ സീരീസ് ഞാൻ എൻ്റെ നെറ്റ് വെച്ച് ഡൗൺലോഡ് ചെയ്യണം. അതത്ര 1.5 GB. ഈ 1.5 GB കൊണ്ട് 2 എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യും. പിന്നെ എവിടെന്നെങ്കിലും ആരെങ്കിലും വൈഫൈ തണ്ടി അതിൽ നിന്നും ഒരു 2 എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യും. ഇതാണ് എൻ്റെ ചിലപ്പോൾ ഒരു 4 ദിവസം കൊണ്ടായിരിക്കും ചിലപ്പം ഇത് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓൺലൈൻ കാണാൻ പറ്റൂല. ഇങ്ങനെ കറങ്ങി അങ്ങനെ വലിക്കും. ഈ 2019 അങ്ങനെ ഇങ്ങനെ വലിക്കും. 2019 ഞാൻ അനിമ കാണാൻ തുടങ്ങിയത്. ലൈക്ക് കോവിഡ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പ്. ഞാൻ ലൈക്ക് ഉപ്പാടെ ഒരു DTP സെൻ്ററാണ്, വൈഫൈ ഉണ്ട്, പോകും, ലാപ്പ് എടുക്കും, മറ്റേ ഇരുന്നൊരു ആനിമ ഉണ്ടെങ്കിൽ ഇരുന്ന് ലൈക്ക് ഉപ്പ കാണാതെ ഫുൾ എപ്പിസോഡും ഡൗൺലോഡ് ചെയ്യും, വീട്ടിൽ പോകും, ഇരുന്ന് കാണും. ഞാൻ ആനിമാക്സ് കുട്ടിയാണ്. മറ്റേ പണ്ടത്തെ മലയാളം പേപ്പറിൽ ഈ ലിസ്റ്റ് വരുമല്ലോ, ടൈം എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടൈം നോക്കി വെക്കും ആനിമാക്സിന്റെ, എന്നിട്ട് എല്ലാം ഇരുന്ന് കാണും. പിന്നെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. ഇൻട്രോയും ഔട്ട്രോയും ആഡ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. 15 മിനിറ്റ് എപ്പിസോഡ് കാണുകയുള്ളൂ, പക്ഷെ ഞാൻ 1/2 മണിക്കൂർ ഇരിക്കണം. അല്ല, അത് നമ്മൾ അങ്ങനെ സീരീസും സിനിമയും ആനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്കാർ. അതായത് നമ്മളൊരു ആനിമയ്ക്കോ ഒരു സീരീസിനോ സിനിമയ്ക്കോ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കൂടുതലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആനിമ അല്ലെങ്കിൽ ഒരു മാൻവ അല്ലെങ്കിൽ ഒരു മാങ്ക വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടുത്തതിനകത്തോട്ട് ജമ്പ് ചെയ്യുവാണ്. അപ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടുള്ള ഒരു ആനിമയുടെ തന്നെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ പോലും കാണൂല. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നതിലും യൂട്യൂബ് യൂസ് ചെയ്യുന്നതിലും ബ്രെയിൻ റോട്ട് ഉണ്ട് ഇതിനകത്ത്. ബ്രെയിൻ റോട്ട് അല്ല, സ്റ്റോറി അല്ലെന്ന് കംപ്ലീറ്റ്ലി മറന്നുകൊണ്ട് ഞാൻ ഫയർഫോഴ്സ് ഇപ്പോൾ. പക്ഷേ ഇത് തന്നെ നീ പണ്ട് കണ്ടുള്ള സാധനത്തിന്റെ കഥ പറഞ്ഞു ഓർമ്മ സാധനം ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. ഇപ്പോഴത്തെ അത്രയും നിൽക്കാത്തത്. ആ ഒരു ബ്രെയിൻ റോട്ട് നിങ്ങൾക്ക് അടിച്ചു തുടങ്ങി നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാധനം അത് മാത്രമേ ഞാൻ പറയില്ല. ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. അതും അതൊരു റീസൺ. ലൈക്ക് റീസെന്റ് ഇറങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇതേപോലെ നിൽക്കുന്നതുണ്ട്. അന്ന് ഇറങ്ങിയിട്ടുള്ളത് അതിന് മുമ്പ് ഇറങ്ങിയതിന്റെ ടെംപ്ലേറ്റ് വൈസിലാണ് വന്നത്. അതെ,
ഓക്കെ. ഇപ്പോൾ ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ടെംപ്ലേറ്റ് വൈസിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇറങ്ങാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ടെംപ്ലേറ്റ് വൈസിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിനകത്ത് ഇതെല്ലാം മറ്റേ ഇവോൾവ് ചെയ്തോണ്ടിരിക്കുന്ന സാധനമല്ലേ. ഇപ്പോൾ പ്രീവിയസ് സാധനത്തിന്റെ എന്തായാലും ഒരു സ്മഡ് മറ്റൊരു എന്തിനു പറയുന്ന ഒരു എലമെന്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും വരുന്ന കാര്യം. ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ബ്രെയിൻ റോട്ട് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സ്റ്റെയിൻസ് ഗേറ്റും ഈ സെവന്ത് ടൈം ലൂപ്പ് ഒക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ, എനിക്ക് കഥ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അടുത്തത്. നെക്സ്റ്റ് ഈസ് യുവേഴ്സ് ഹെവൻലി ഡെലൂഷൻ. ഹെവൻലി ഡെലൂഷൻ അടിപൊളി. അത് ഞാൻ തന്നെ പറയണമല്ലേ. ഹെവൻലി ഡെലൂഷൻ സത്യം പറഞ്ഞാൽ ഹെൽസ് പാരഡൈസിന്റെ കൂടെ റിലീസായ സാധനമാണ്. ഹെൽസ് പാരഡൈസ് കേറിപ്പോയപ്പം അതിന്റെ ഷാഡോയിൽ പെട്ടുപോയ സാധനമാണ് സത്യം പറഞ്ഞാൽ ഹെവൻലി ഡെലൂഷൻ. ഹെൽസ് പാരഡൈസ് അങ്ങനെ കയറി പോയിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വല്ലാണ്ട് കയറി പോയിട്ടില്ല. ആ ടൈമിൽ തന്നെ വേറെ ഏതൊക്കെ ആനിമേസ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതിന്റെ അത്രേ പോയിട്ടില്ല. ഫുഡ് വാസ് ഇറങ്ങിയായിരുന്നു, ഫുഡ് വാസ് ഇറങ്ങി, ഇതും ആ സെയിം ടൈമിലായിരുന്നു. ബ്ലൂ ലോക്ക് സീസൺ 1 സെയിം ടൈമിലായിരുന്നു ഓടിയിരുന്നത്. എടാ ഹെൽസ് പാരഡൈസ് അന്ന് കേറിപ്പോയൊരു പോക്കുണ്ട്, നീ മറന്നുപോയതായിരിക്കും. ഇല്ലടാ സൈലേ, എല്ലാരും ഹെൽസ് പാരഡൈസ് മറ്റേ അന്ന് മറ്റേ ജെ ഫാൻസ് ഒരു ഇച്ചിരി ഡിസീവ് ആയിട്ട് പോയത് ഹെൽസ് പാരഡൈസ് ഇറങ്ങിയ സമയമാണ്. അത്രയും കളറുള്ള അതൊരു ഫ്രീക്ക് ആനിമയാണ്. ഓ യെസ്, അതിന്റെ ആനിമേഷൻ വൻ വൈബാണ്. ലൈക്ക് ഫ്ലവേഴ്സ് ഒക്കെ വരുന്നൊരു ആ ഒരു ഹെൽസ് പാരഡൈസിന്റെ ഷാഡോയിൽ പെട്ടുപോയ ഒരു സാധനമാണ് ഹെവൻലി ഡെലൂഷൻ പറയുന്നത്. അത് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആണ്. അപ്പോഴൊരു പെൺകുട്ടി അവളുടെ ഫാമിലിയെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നൊരു യാത്രയാണ്. അതിനൊരുത്തനും കൂടെ കൂടുന്നു. സ്റ്റോറി പോകുന്നുണ്ട്. സ്റ്റോറി ഇടയ്ക്കൊന്ന് ഡാർക്കിലോട്ട് പോവും, പതുക്കെ തിരിച്ചു വരും, പിന്നും പോവും. അത് പറഞ്ഞാൽ നമുക്കറിയത്തില്ല എന്താണ് നമ്മൾ അടിച്ചേക്കുന്നതെന്ന്. മറ്റേ പറയത്തില്ലേ വി നെവർ നോ വാട്ട് ഹിറ്റ് എന്ന്, ആ സാധനം. ഹൃദയം തകർന്നിരിക്കും. ഇല്ല അങ്ങനൊന്നുമില്ല. ഭയങ്കര മറ്റേ ഒരു സോളിറ്റ്യൂഡ് ആ ഒരു വൈബ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഒരു ഫ്രീ മൈൻഡ് ആവും നമ്മൾ കാണുമ്പോൾ. രസമുള്ള ഒരു ആനിമയാണ്. അത്യാവശ്യം തമാശയൊക്കെ ഉണ്ട്. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നമുക്ക് ഡിസർവിങ് ആയിട്ടുള്ള കോമഡി എഴുതി തരും. അത്ര പ്രതീക്ഷിക്കാവും. ലൈക്ക് പ്ലോട്ട് എന്തായിരിക്കും? പ്ലോട്ടല്ലേ പറഞ്ഞത്. ഇത് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ്, ലൈക്ക് ഒരു ചെറിയൊരു ഭൂമി അതെനിക്കറിയാം. ഓക്കെ, ഭൂമി നശിച്ചു, കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, വളരെ കുറച്ച് ആൾക്കാർ. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണോ അതോ ലൈക്ക് ഒരു കഴിക്കുന്നു, ഉറങ്ങുന്നു? അമ്മേനെ അച്ഛനെ ലൈക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ലൈക്ക് ദിസ് ഈസ് വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. ഫസ്റ്റ് എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ആ നടൻ എന്ന് പറഞ്ഞ നടൻ ഈ നടി കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് എപ്പിസോഡ് പറയുന്നൊരു സാധനം. ഇതിൽ നിന്നിട്ട് അവരെ ചെയ്യുന്നൊരു യാത്രയുണ്ട്. അതായത് ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഡേഞ്ചേഴ്സ് കാണുമല്ലോ. ഈ ഡേഞ്ചേഴ്സിലൊന്നും പെടാതെ അവർക്ക് അടുത്ത സ്ഥലത്തോട് ഡെസ്റ്റിനേഷനിലെത്തണം. അപ്പോൾ അവിടെ യാത്ര ഉണ്ടല്ലോ, ആ യാത്രക്കകത്ത് പല കാര്യങ്ങളും വരും. ഒരു മെയിലും ഫീമെയിലുമാണ്. അപ്പം അങ്ങനെ കുറേ കോൺഫ്ലിക്റ്റുകളുണ്ട്. പിന്നെ ഇവർ പല ആൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. പിന്നെ ഇവർക്ക് മെൻ്റലി തന്നെ ഇത്രയും നാട് നശിച്ചു പോയി. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കഥയാണിത്. സംഭവം വീട്ടിലാണ് അഡ്വഞ്ചർ എന്ന് പറയാൻ പറയാം. ഓ നീ ചോദിച്ചത് ജോൺറാണോ? ജോൺറ ആ ഒരു സ്കീമാണ് ഞാൻ ചോദിച്ചത്. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ അപ്പോക്കലിപ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ. ജോൺറാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ ഉണ്ട്, 3 ഡ്രാമയുണ്ട്. ഓക്കെ, കോമഡി അങ്ങനെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉണ്ട്, പക്ഷേ കോമഡി എക്സീഡിങ് ആയിട്ട് കോമഡി കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു മെച്ചോർഡ് സ്റ്റോറിയാണ്. ഓക്കെ, കുറച്ച് ഇറ്റ്സ് ഗുഡ്. നെക്സ്റ്റ് ഈസ് ഇനുയാഷ. ഗോഡ് ഓഫ് ഓൾ ഇസക്കായ്. ഇനുയാഷയുടെ ആനിമേഷൻ കാണാൻ ഭയങ്കര രസമാണ്, കളറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ടൈമില് ആനിമേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും RGB വെച്ച് കളിച്ചേക്കും. റെഡും ഗ്രീനും കാണണം, തിളങ്ങി നിൽക്കും. അത് എല്ലാ ഫ്രെയിമും ഇസ് പെർഫെക്റ്റ്ലി ഡൺ. ഭയങ്കര കിഡിലും വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആനിമയാണ്. ഈസി വാച്ചാണ്, ഭയങ്കര ഈസി വാച്ചാണ്. പക്ഷേ സ്ട്രോങ് വില്ലൻ,
വളരെ സ്ട്രോങ് വില്ലൻ. പ്ലോട്ടുണ്ട്. പ്ലോട്ട് ആക്ച്വലി കംപ്ലീറ്റ്ലി ആദ്യം കാണുമ്പോഴത്തേക്കും അയ്യ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ഉള്ളത് കുറച്ച് കണ്ടു കഴിയുമ്പോഴാണ് പ്ലോട്ട് തിരിച്ചു വരുന്നത്. MC ഓറിയന്റഡ് അല്ല. അതിലുള്ള എല്ലാ ക്യാരക്ടറിനും ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഒത്തുവരുന്ന ഒരു ആനിമയാണ് ഇനുയാഷ എന്ന് പറയുന്നത്. ഇസക്കായ് കാണുന്നവർ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഇസക്കായ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എല്ലാ ഇസക്കായിലും കാണുന്നതൊക്കെ മറ്റേ കുറച്ച് ഹരം, അതല്ലാതെ കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് മറ്റേ സെയിനൻ രീതിയിലല്ല, മെച്ചുവേർഡ് സ്റ്റോറി കുറച്ചും കൂടി എന്തെന്ന് പറയുക സ്റ്റോറി കൺവേ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ആൾക്കാർ ഇറക്കിയൊരു സ്റ്റോറിയാണ്. There is romance, but there is hate, there is revenge, anger ഉണ്ട്. പക്ഷെ അതേപോലെ പീസ് ഉണ്ട്, കോമഡി ഉണ്ട്. ഭയങ്കര കോമഡിയാണ്. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഡെവലപ്മെന്റ് ഉണ്ട്. ഒരു it's kind of grounded Gintama in some way. It's yes. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. മോനെ വിളിച്ചാ കേട്ടോ. കുറച്ച് ഗ്രൗണ്ടഡ് ഗിന്താമ എന്ന് പറയാം. പക്ഷെ ഗ്രൗണ്ടഡ് ഗിന്താമ എന്ന് പറയുമ്പോഴത്തേക്കും പലരും ഗിന്താമ വിചാരിച്ചിരിക്കുന്ന ഓൺലി കോമഡിയാണ്. കോമഡി അല്ല, നല്ല സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സ്റ്റോറി ഗിന്താമ കാണാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ഭയങ്കര കൊള്ളൂല എന്ന് പറഞ്ഞ നല്ല സാധനമാണ് ഗിന്താമ ഹാസ് എ പ്രോപ്പർ സ്റ്റോറി. പക്ഷെ ഫസ്റ്റത്തെ കുറച്ച് എപ്പിസോഡിന്റെ പ്രശ്നം ഇല്ലല്ല, ഞാൻ മറ്റേ ബിരിയാണി കഴിക്കുമ്പം ഇറച്ചി അവസാനം കഴിക്കുന്നവനെ. അപ്പോഴേ എനിക്ക് മറ്റേ നല്ല സാധനങ്ങൾ അവസാനത്തേക്ക് മാറ്റി എനിക്കൊരു ത്വരയുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കാണാൻ ഇങ്ങനെ വെച്ചേക്കാം ജോജോ, ഇത് ഗിന്താമ, ഇതൊക്കെ. ഞാനും ജോജോ മോൺസ്റ്റർ മോൺസ്റ്ററൊക്കെ ഞാൻ ഓൾറെഡി മോൺസ്റ്ററും ബർസർക്കൊക്കെ ഓൾറെഡി അത് ഭയങ്കര റിവ്യൂ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാനിങ്ങനെ കാണാതെ ഓവർ ഹൈപ്പ് ചെയ്തോ എന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ വെച്ച് ഇരിക്കുവാണ്. മോൺസ്റ്ററോ മോൺസ്റ്ററും ജോജോയും നമുക്ക് മോൺസ്റ്ററിനെ കുറിച്ച് വിശദമായി നമ്മളിപ്പോ ട്രൈ ഔട്ട് ചെയ്യും, നല്ലതാണ് ഡെഫിനറ്റ്ലി. പിന്നെ ഒരു റെക്കമെൻഡേഷൻ നമ്മൾ അല്ല ഇനിവേഷയുടെ കൂടെ എനിക്കൊരു സാധനമുണ്ട്. യുയു ഹാക്കുഷോ ഉണ്ട് കേട്ടോ. യുയു ഹാക്കുഷോ ഇല്ല, യുയു ഹാക്കുഷോ തുടങ്ങുന്നത് കിടിലമായിട്ടാണ്. അതിനകത്തൊരു സമയം കഴിയുമ്പം പക്ഷേ അതിനകത്ത് ഡ്രാഗൺ ബോളിന്റെ ഇമ്പാക്ട് വരും. അതുവരെ കാണാം ആ സാധനം, അതുവരെ എനിക്ക് ഇഷ്ടമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കാമയാമയൊക്കെ വരും. അവിടെ മുതൽ പിന്നെ എനിക്ക് അതിനകത്ത് സ്റ്റാർട്ടിങ് കാണുമ്പോഴത്തേക്കും നമ്മുടെ എന്തിനു പറയുന്നത്, ഒരു മലയാളത്തിലൊരു പഴയൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്റ്റോറി ഇതാണ്, ചിലപ്പോൾ അറിയായിരിക്കും. ആയുർരേഖയോ എന്താ അല്ലല്ല വേറെന്തൊരു പേര് ആ വെച്ചാണ് തുടങ്ങുന്നത്. അത് സംഭവം വെച്ചാൽ ഞാൻ ജയറാം മരിക്കുന്നു. ജയറാമിൻ്റെ ഹാർട്ട് എടുത്തിട്ട് മുകേഷിന് വയ്ക്കുന്നു. അപ്പോൾ മുകേഷിന് വെച്ചിട്ട് എനിക്ക് അറിയാമായിരുന്നു. ആയുഷ്കാലത്തിന്റെ ഒരു സ്റ്റോറി കണക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ് തോന്നും, പക്ഷെ ഡിഫറെന്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും മറ്റേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിരുന്നല്ലോ ഈ സ്റ്റോറി. ഇതെന്താ ഇങ്ങനെ പോയത്? ഒരു സൂപ്പർ നാച്ചുറൽ ആണ് ആദ്യമേ, പക്ഷേ സൂപ്പർ നാച്ചുറലിൽ നിന്ന് സൂപ്പർ പവർഫുൾ ആയെന്ന് എന്തിനാന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ യു ഹാക്കുഷോ ഇസ് എ ഗുഡ് വാച്ച്. നിങ്ങൾക്ക് എവിടം വരെ പോകാൻ പറ്റുന്ന അവിടം വരെ കണ്ടോ, മറക്കത്തില്ല അത്ര എപ്പിസോഡ്സ്. ഓക്കെ. പിന്നെ ഡെത്ത് പരേഡ് കുറച്ച് എപ്പിസോഡേ ഉള്ളൂ. വളരെ മിനി സീരീസ് പോലത്തെ ഒരു ചെറിയൊരു ആനിമയാണ്. പക്ഷേ നിങ്ങളുടെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഉൾട്ടയാക്കുന്ന ഒരു സാധനമാണത്. ടെറർ ആൻഡ് റെസൊണൻസ് കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ശരിക്കും നടക്കുന്നതെന്നുള്ളത് ലാസ്റ്റ് എപ്പിസോഡിൽ അറിയാം. മനസ്സിലായില്ലേ? അത് മാത്രമല്ല പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫും അത് ഷിഫ്റ്റ് ചെയ്യും. ഡെത്ത് ആണ് അത്. ടെറർ റെസൊണൻസിനകത്ത് ഇച്ചിരി മാറ്റമില്ലടാ. ടെറർ റെസൊണൻസിനകത്ത് നമ്മൾ മറ്റേ ലൈഫിനെ നോക്കുന്ന ഒരു ഇത് ഏതാ നല്ല രീതിയിൽ കാഴ്ചപ്പാടൊക്കെ ഉൾട്ടടിക്കും അതിനകത്ത്. അതേപോലത്തെ ഒരു സാധനമാണ് ഡെത്ത് പരേഡ് എന്ന് പറയുന്ന ആനിമെ.
കോണ്ടെക്സ്റ്റ് എന്തോ So basically, the first episode is ഒരാൾ വാക്ക് ഇൻ ചെയ്യുന്ന ഒരു ബാറിൽ, റൈറ്റ്? ആ ബാറിൻ്റെ പുറകെ ഒരു മനുഷ്യൻ ബാർടെൻഡർ നിൽപ്പുണ്ട്. അപ്പോൾ ബാർടെൻഡറിന് ഓരോ ദിവസം ഓരോ വിസിറ്റേഴ്സ് വരും. ആ വിസിറ്റേഴ്സിൻ്റെ കഥയാണ് ഒരു 10 എപ്പിസോഡിൽ അത് ഓരോ കേസസ് പോലെയാണ്. അപ്പോൾ ഈ ബാർടെൻഡറിൻ്റെ ഹെൽപ്പറായിട്ടാണ് ഇയാൾ വരുന്നത്. ഏതാ ഫസ്റ്റ് കേസ് എനിക്ക് ഇഷ്ടം? മറ്റേ ഒരു ഫാമിലി വരത്തില്ലേ, ഫാമിലി വരുന്നത്, ഭാര്യ ഭർത്താവ് കൊണ്ട് ഇവർക്ക് ഗെയിംസ് ആണ്. സോ ഈ ബാർടെൻഡർ ഇവരെ കൊണ്ട് ഗെയിംസ് കളിപ്പിക്കും. ആൻഡ് ഈ ഗെയിംസ് കളിപ്പിക്കുമ്പോഴത്തേക്കും വരുന്ന കുറച്ച് ഔട്ട്കംസ് ഉണ്ട്. അത് വെച്ചാണ് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് വരെ ഫുൾ കഥ കിട്ടും. ഈ പർഗറ്റോറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മറ്റേ സൂപ്പർ നാച്ചുറൽ സീരീസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പർഗറ്റോറി. അതായത് ഇൻ ബിറ്റ്വീൻ ഹെൽ ആൻഡ് ഹെവൻ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവരെ മറ്റേ അളക്കുന്നത്, ഇവരെ മറ്റേ ത്രാസിട്ട് നോക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെവനിലോട്ടും പോവാം, ഹെല്ലിലോട്ടും പോവാം. അത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും കൂടെ അനുസരിച്ചിരിക്കുക. അപ്പോഴവിടെ നമ്മളെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന പറഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ഇന്റേൺ വരുന്നു. അപ്പം ആ ഇന്റേൺ ആണ് നമ്മളുടെ ഒരു MC എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോഴേ വേണമെങ്കിൽ ഒരു മെയിൻ ഒരു MC എന്ന് പറഞ്ഞ ഒരാളില്ല സത്യം പറഞ്ഞാൽ. ബാർടെൻഡർ ആവാൻ ചിലപ്പം അത് നോക്കുന്ന അനുസരിച്ച് അത് മാറും. അപ്പോൾ ആ MC-യുടെ ആ ഒരു പുതിയ ഇന്റേണിന്റെ ഒരു കണ്ണി കൂടിയാണ് നമ്മൾ ആ സ്റ്റോറി ഇനിഷ്യലി കാണുന്നത്. ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ഇന്റേണിന്റെ കണ്ണി കൂടി നമ്മൾ കാണുന്നത്. നമുക്കും അറിയത്തില്ല, ഇന്റേണിനും അറിയത്തില്ല. നമ്മൾ രണ്ടുപേരും പഠിക്കുക. അങ്ങനെ ഒരു സാധനമാണ്. ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ട്, അത് കിടിലം സ്റ്റോറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുറച്ച് സൈക്കോളജിക്കൽ ഒരു സാധനം പിടിക്കാൻ പറ്റുന്ന. ടെറർ റെസണൻസിന് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ടെറർ റെസണൻസ് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ കുറച്ച് തിങ്ക് ചെയ്യിക്കും, ലൈഫിനെ കുറിച്ച് കുറച്ച് തിങ്ക് ചെയ്യിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇത് തിങ്ക് ചെയ്യിക്കുന്നത് വേറൊരു രീതിയിലാണ്. മറ്റേ ആഫ്റ്റർ ലൈഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുന്നതാണ്. നമ്മളിവിടെ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണ്. മറ്റേന്ന് പറയുമ്പോൾ ടെറർ റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളിലൊക്കെ കുറച്ച് നല്ലതോ ചീത്തയായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവാം. ടെറർ ആൻഡ് റെസണൻസ് ഈസ് ഓൾസോ ആൻ അണ്ടർറേറ്റഡ് ആനിമേ. നമ്മള് കാഴ്ചപ്പാടുകളുടെ കാര്യമാണ്. ഇപ്പം ഓർബിൻ്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ. ഓർബ് ചില സാധനങ്ങൾ അണ്ടർറേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അല്ല, അതിൻ്റെ എൻഡിങ് കണ്ടപ്പോൾ അത് ഞാൻ ഓർബ് എൻ്റെ മനസ്സിൽ സ്പോയിലർ തന്നെ ചോദിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഓർബ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഈ 100 ആനിമയുടെ കൂടുതൽ പെടുത്തണോണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞു ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ ഈ ഇടയ്ക്ക് വന്നതിന് നിങ്ങൾ പൊക്കി പിടിച്ചപ്പം ഓർബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു അത് ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനം ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ഓർബ് ഒരു വല്ലാത്തൊരു ആനിമേ. ഓർബ് എല്ലാ 3 എപ്പിസോഡും മാറും. അല്ല, ഓർബ് എല്ലാവർക്കും മറ്റേ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഡൈസ് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ബിലീവേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ വാച്ചേഴ്സിൽ തന്നെ ആനിമെ കാണുന്ന ആൾക്കാരിൽ തന്നെ വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലും ചിലപ്പം വളരെ വിയേർഡായിട്ടുള്ള വേറെ പ്രോസസ് ഉള്ളവർ അങ്ങനെ പലരുണ്ട്. ഇതിനകത്ത് ഒരു ബിലീവർ കാണുമ്പം അയാൾ എടുക്കുന്നതായിരിക്കത്തില്ല ഒരു നോൺ ബിലീവർ എടുക്കുന്ന ഒരു തോട്ട്, അവർ എടുക്കുന്ന സാധനം അതായിരിക്കത്തില്ല ഒരു ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ എടുക്കുന്നത്. ഇതിനകത്ത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എപ്പിസോഡിനകത്ത് ഒരു ആഗ്നോസ്റ്റിക് പേഴ്സണും ഒരു എത്തിസ്റ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഒരു കാറിനകത്തിരുന്നുണ്ട്, ഒരു വാഗണിനകത്തിരുന്നുണ്ട്. അപ്പോഴും ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എപ്പിക്കാണ്. The first atheist is speaking to the first agnostic person. So അവരുടെ ബിലീഫുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും അവരുടെ ഇമോഷണൽ അത് കോൺഫ്ലിക്റ്റ് ആവുമ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. രണ്ടുപേരും പ്രോസസ് ചെയ്യാൻ സത്യം ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഏത് പോയിന്റിലാണോ ആ പോയിന്റ് അനുസരിച്ച് നിങ്ങളുടെ ആ പെർസെപ്ഷൻ മാറും കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ ആ സീൻ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യമാവില്ല ചിലപ്പോ. ട്രാൻസ് സിനിമ ഉണ്ടല്ലോ, ട്രാൻസ് സിനിമ പലരും കണ്ടിട്ട് ഈ പറയുന്നില്ല മോശമാണ്. ട്രാൻസ് സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമോ. കാരണം അത് എന്റെ ബിലീഫുമായിട്ട് അത് ഒത്തു പോകുന്നുണ്ട്. അതേപോലെയാണ് ഓർബിന്റെ കാര്യം. ഓർബ് എന്ന് പറയുന്നത് നമ്മളെ ബിലീഫുമായിട്ട് ഒത്തുപോയാൽ മാത്രമേ നമുക്കത് ഇഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ന്യൂട്രലാക്കി എന്ത് ബിലീഫ് ആണെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളവർക്ക് കാണാം. പക്ഷേ ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ ആണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് മേക്ക് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ 3rd ഡേ ബാൻ ആയിരിക്കും. സത്യം.
യെസ്. So the next one is Sonny Boy. സണ്ണി ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസക്കായുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇസക്കായാണ്. ടെക്സ്റ്റ് ബുക്ക് ഇസക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്ഥിരം ക്ലീശ എന്നല്ല, ടെക്സ്റ്റ് ബുക്ക് ഫോർ ആൻഡ് ഇസക്കായ്. ഇസക്കായ് എങ്ങനെ എടുക്കണമെന്ന് സണ്ണി ബോയ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്റ്റാൻഡേർഡാണത്. അത് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ സ്ഥിരം ഇസക്കായ് പോലെ മറ്റേ ഹരോ ഇത് ഒന്നും അല്ല. ഇത് ഭയങ്കര മെച്ചോർഡ് സ്റ്റോറിയാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് സ്റ്റോറി ടു ബി എക്സാക്ട്. ഒരു ക്ലാസ് റൂമിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അവിടുത്തെ ക്ലാസ് റൂം, അവിടുത്തെ സ്റ്റുഡൻസിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇതങ്ങ് ഷിഫ്റ്റ് ആവും, വേറെ അങ്ങോട്ടൊക്കെ പോകും. അടുത്തത് സണ്ണി ബോയ് ആകെ കുറച്ച് എപ്പിസോഡ്സേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. ശരി, മൈ ഡ്രസ് അപ്പ് ഡാർലിംഗ്. ഇതെങ്ങനെ ഇതിൽ വന്നു? ഇത് നമ്മളുടെ ടീമിലെ ഒരാള് റെക്കമെൻഡ് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ കയറിയ ഒരു ആനിമയാണ്. ആളെ എറിഞ്ഞു കാണിക്കണോ അതോ തുപ്പി കാണിക്കണോ? ടോപ്പ് 5 ആനിമ ലിസ്റ്റ് പറഞ്ഞാൽ പ്രസന്റ് സ്കൂളും മൈ ഡ്രസ് അപ്പ് ഡാർലിംഗ് ഒക്കെയാണ്. അവന്റെ ഹൈസ്കൂൾ DD ഒക്കെയാണ് പറയുന്നത്. മൈ ഡ്രസ് അപ്പ് ഡാർലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്പ്ലെയറിന്റെ ലൈഫും ആ ഒരു കോസ്പ്ലെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിന്റെ ലൈഫും ഒക്കെയാണ് പറയുന്നത്. കോമഡി വാച്ചാണ്, എച്ചിയാണ്, ഹരമാണ്, നമുക്കൊരു ഹരമാണ്. കണ്ടോണ്ടിരിക്കുക. പിന്നെ കുറച്ച് പറയാനാണെങ്കിൽ ഇങ്ങനെ ചിരിച്ച മുഖത്തോട്ടിരുന്ന് ഒരു 10 എൻജോയ് ചിരിച്ച മുഖത്തോട് കൂടി ഇരുന്ന് ഒരു 15 എപ്പിസോഡ് ഇരുന്ന് കാണാം. മൈ ഡ്രസ് അപ്പ് ഡാർലിംഗ്. അപ്പൊ അടുത്തത് റാങ്കിങ് ഓഫ് കിങ്സ്. യെസ്, റാങ്കിങ് ഓഫ് കിങ്സ്. ഞാൻ കൊടുത്ത റെക്കമെൻഡേഷൻ തോന്നുന്നു അല്ലേ? അതെ. ഇറ്റ്സ് ലൈക്ക് മിഡീവൽ കാലഘട്ടത്തിന് മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് ഒരു ഫാൻറ്റസി വേൾഡാണ്. ദർ ആർ ലൈക്ക് ജയൻസ് ഉണ്ട്, ഷാഡോസ് ക്രീച്ചേഴ്സ് ഉണ്ട്, ടോക്കിംഗ് ക്രീച്ചേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇങ്ങനത്തെ ഒരു പീരീഡ്. ഇറ്റ്സ് ലൈക്ക് വാച്ചിങ് എ ഹോൾസം തിങ്. ഇതിൻ്റെ ആനിമേഷൻ ഭയങ്കര ഹാർട്ട് വെല്ലിമിങ് ആണ്. ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈൻഡ് ഓഫ് ദേഷ്യപ്പെടാനും തോന്നില്ല. ഈ സാധനം കാണുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാനോ അല്ലാന്നുണ്ടെങ്കിൽ കൊള്ളൂ. ലൈക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും തോന്നില്ല. നമ്മൾ പീസാവും, നമ്മൾ പീസ്ഫുൾ ആവും. ഇതിലുള്ള MC ഒരു ചെറിയ കുട്ടിയാണ്, ഒരു ടീനേജ് ഒരു ലേറ്റ് ടീനേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ബട്ട് നമ്മൾ സെക്കൻഡ് സീസൺ തോർഫിനാവുന്നു ഇല്ല, തോർഫിനാവില്ല. കാരണം ഈ കുട്ടി വലുതാവില്ല. ലൈക്ക് ഇവൻ ജനിച്ചപ്പോൾ ഇവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് മസിൽസിന് ഇഷ്യൂസ് ഉണ്ട്. സോ ഇവനക്ക് വെയിറ്റ് ഒക്കെ ശോകമല്ല, ലൈക്ക് ചെറിയ കുട്ടിയാണ്. ഇറ്റ്സ് ലൈക്ക് ഓട്ടിസം ഒക്കെയാണ്. ചെവിയേട്ടൂടാ. മസിൽസ് മീൻസ് പവർഫുൾ ആയ സോഡ് എടുക്കാനോ. ലൈക്ക് ഒരു രാജാവിൻ്റെ മകൻ്റെ കഥയാണ് പറയുന്നത്. ലൈക്ക് എൽഡസ്റ്റ് സണ്ണാണ്, നെക്സ്റ്റ് കിങ് ആവേണ്ട പേഴ്സണാണ്. ഇവനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഇതിനൊക്കെ കൂടാതെ ഇവൻ ചെറുതാണ്, വലുതാവില്ല. ലൈക്ക് ഇവനാകെ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ. ഇവൻ്റെ പേരെന്താടാ? ബോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എന്നെ തന്നെ വല്ലാണ്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇത് ഭയങ്കര ഒരു അടിപൊളി സാധനമാണ്. സീസൺ 1, 2 ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ അറിയില്ല. സീസൺ 1 ഇന്നർ നോയിങ്സ് അറിയാൻ വേണ്ടിയിട്ട് അല്ല, ഇത് നിങ്ങളങ്ങനെ ആ കുട്ടി ചെറുതാന്നുള്ള ആ ഒരു ഇതൊക്കെ മാറും. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് കുട്ടികൾക്ക് വാച്ച് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടിയുടെ കഥയല്ല, ഇതാ രാജ്യത്തുള്ള റാങ്കിങ് ഓഫ് കിങ്സ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കിങ്, ഹൗ ഹീ നീഡ് ടു ബിക്കം എ കിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളെ തന്നെ ഇതൊക്കെ ഇതിലും ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഞാൻ കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ലൈക്ക് ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു ആനിമെ എനിക്കങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ അറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇറ്റ്സ് നിങ്ങളൊരു പോയിന്റ് എത്തുമ്പോൾ ഈ ആനിമയിലുള്ള ക്യാരക്ടേഴ്സിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആവും. ലൈക്ക് ഒരു ക്യാരക്ടറിനെ ഹെയ്റ്റ് ചെയ്യും, കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും. അതുപോലെ പൊക്കോണ്ടേയിരിക്കും. നല്ലൊരു വാച്ചാണ്, കാണാം ഡെഫിനറ്റ്ലി. അടുത്തതൊരു ഗോട്ട് ആനിമെ. ഇറ്റ്സ് ഗോട്ട് അല്ല, കോഡ് ഗിയാസ്.
ലിലോഷ് എന്ന് പറയുന്ന ഐ തിങ്ക് ഒരു MC ഐ ഡോണ്ട് തിങ്ക് ഇത്രയും ഡയബോളിക്കലായിട്ട് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന അത്രയും മാസ്റ്റർഫുൾ ആയിട്ടൊരു MC-നെ മാനിപ്പുലേറ്റ് ചെയ്ത് നാർസിസ്റ്റിക് ആണ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. വെരി ഓണസ്റ്റ് MC, പക്ഷേ മനുഷ്യത്വമുണ്ട്. അതാണ് ഇതിന്റെ ഒരു മനുഷ്യത്വമുള്ള. അതെ, ആക്ച്വലി അതാണ്. ആൻഡ് ചെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സ്ട്രാറ്റജിക് ആയിട്ട് ആലോചിക്കുന്ന ആൾക്കാർ, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പവർ സിസ്റ്റം കിട്ടുമല്ലോ. ആ വേൾഡ് സെറ്റിംഗ് ഇസ് സൂപ്പർ. ഹീ ലൈക്ക് നമ്മുടെ MC എന്ന് പറയുന്നത് ശരിക്കും MC അല്ല, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ട്വിസ്റ്റ് ഓഫ് ഫേറ്റിൽ അത് ഫ്ലിപ്പാകുന്നതാണ്. അതിലുള്ള റാങ്കിങ്സ്, അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് മറ്റേ പൊങ്ങി വരുന്നത് എല്ലാം ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഇതിൻ്റെ ഒരു കോർ ആസ്പെക്റ്റ് ആണ്. എന്തോ പറയുക, കോഡ് ഗ്യാസ് കിടലാണ്. കോഡ് ഗ്യാസ് അങ്ങനെ കോഡ് ഗ്യാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ വേൾഡ് ബിൽഡിങ്ങും പവർ സിസ്റ്റവും ആനിമേഷൻ MC ആനിമേഷൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം വെച്ചിട്ട് MC ഡീമൺ സ്ലെയർ വെച്ച് കമ്പയർ ചെയ്യരുത്, ഏഴായാലും എത്തൂല. ഗുഡ്, വെരി നൈസ്. കാരണം കോഡ് ഗ്യാസ് ഒരുപാട് ഫാൻസും നല്ല രീതിയിൽ ഹേറ്റേഴ്സും ഉള്ള അനിമയാണ് കോഡ് ഗ്യാസ്. പക്ഷെ വളരെ അണ്ടർ റേറ്റഡ് ആണ് നമ്മുടെ നാട്ടിൽ. ഭയങ്കര അത് എനിക്ക് തോന്നുന്നു അമേരിക്കൻസിന്റെ ഇടയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിന്റെ ഇടയിൽ കോഡ് ഗ്യാസ് ഫേമസ് ആണ്, പോപ്പുലർ ആണ് വെസ്റ്റേൺ കൾച്ചേഴ്സിന്റെ ഇടയിൽ. ഇതൊരു വിജിലാൻറ്റി കൈൻഡ് ഓഫ് ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് അങ്ങനത്തെ സംഭവം മറ്റേ നോർമൽ റെജിമിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആൾക്കാർക്കുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എന്താ മറ്റേ ഇവര് കുറച്ച് ഡയബോളിക്കൽ തോട്ട് പ്രോസസ് മറ്റേ ഇവര് നമ്മുടെ മറ്റേ ഈഗറിസ്റ്റുകൾ അവർക്ക് ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഏയോട്ടിക്കാർക്ക് പറ്റുന്ന സാധനം. അടുത്തത് മോൺസ്റ്റർ. ഓക്കി ബ്രസാവയുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകളിൽ ഒരു ബുക്കാണ് മോൺസ്റ്റർ. മോൺസ്റ്റർ ഇസ് ലൈക്ക് സൈക്കോളജിക്കലാണ്. ഇവിടെ അത്ര അൺറേറ്റഡ് ആണ്. ഇവിടെ അത്ര അണ്ടർറേറ്റഡ് എന്ന് പറഞ്ഞാൽ പലർക്കും അതിനകത്ത് മറ്റേ ഹൂക്കാവത്തില്ല, പലർക്കും അതാണ് പ്രശ്നം. ഭയങ്കര മാസ്കുലിൻ ആണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. അല്ല മാസ്കുലിനാന്നുള്ളതല്ല, നമ്മൾ ആനിമയാണ് കാണുന്നുള്ള കാര്യം കുറച്ചധികം മറക്കും. നമ്മളൊരു മറ്റേ സ്റ്റോറിയുടെ കൂടെ പോവുകയാണ്. ഒരു MC എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ദ വില്ലൻ ഈസ് വെരി ഗ്രിപ്പിംഗ്. സ്റ്റോറി, അതിൻ്റെ മൂഡ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ചില സിറ്റുവേഷൻസ്, ഇതൊക്കെ ഭയങ്കര ലെജൻഡ്. ഗ്രിപ്പിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് പിടുത്തം വീഴത്തില്ല, ഹൂക്കാവത്തില്ല. കാരണം ഇവർ ഈ ഷോനൻ കണ്ട് ആ ഒരു ഷോനൻ മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ മോൺസ്റ്റർ ഇഷ്ടപ്പെടില്ല. മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രീ മൈൻഡഡ് ആയിട്ട് അതിനുവേണ്ടി നമ്മൾ അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫീൽ ഗുഡ് ആണോ? അല്ലല്ലോ, അല്ല. ഫീൽ ഗുഡ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വില്ലൻ ഈസ് ലൈക്ക് ദ മാസ്റ്റർ മൈൻഡ് ഓസ്ട്രിയൻ പെയിന്റർ റീഇൻകാർണേറ്റഡ്. വില്ലൻ ഈസ് ലൈക്ക്. സോ അത് അതേപോലെ തന്നെ അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക്. അതുകൊണ്ട് ഈസിലി ഒരു സിമ്പിൾ മൈൻഡ്. പിന്നെ മസ്റ്റ് വാച്ച് ഒന്നുമില്ല, അത് മറ്റേ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമെ എവർ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി എവർ ക്രിയേറ്റഡ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഡെഫിനറ്റ് വാച്ചിൽ ഒരു പിന്നെ മോൺസ്റ്റർ ഡെഫിനറ്റ് വാച്ച് എന്നല്ല, മോൺസ്റ്റർ ആണ് ആനിമെ കാണുമ്പോഴത്തേക്ക് ഒരു 5 ആനിമെ നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ബട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് ചെറിയ ഡൗട്ടാണ്. ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ സെയിനൻ കാണുന്ന ആൾക്കാർ, സെയിനൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മോൺസ്റ്റർ ഇഷ്ടപ്പെടും. സെയിനൻ ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞ ഷോൻ മാത്രം, ഞാൻ ബാറ്റിൽ ഷോണിൻ്റെ മാത്രം ആളാണ്, മറ്റേ വൺ പീസ്, നറൂട്ടോ, ഡ്രാഗൺ ബോൾ പറഞ്ഞിരിക്കുന്നവർക്ക് നടക്കൂല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഹുക്കാവൂല. അപ്പൊ ഇതൊരു ക്ലാസ് ഓഫ് ഇറ്റ്സ് ഓൺ ആണല്ലേ? അല്ല, ഇറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക് seinen anime. Yeah. Okay. So last on our list is Apothecary Diaries. Apothecary Diaries is very famous in Japan.
നോട്ട് വെരി ഫേമസ് ഇൻ ഇന്ത്യ, Good story. കേരള. ഇന്ത്യയിലെ കാര്യം എനിക്കറിയത്തില്ല, കേരളത്തിലെ കാര്യം പറയാൻ അടുത്തുള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ ടോപ്പ് 10 വാച്ചസിൽ ഒന്നാണ് അപ്പോത്തിഗിരി ഡയറീസ്. ഇപ്പൊ അതിന്റെ റീൽസ് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ഫീൽഡിൽ അങ്ങനെ ആയതുകൊണ്ട് അടി ആണോ? But I haven't watched it. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല റീൽസ്. വൺ പീസ് ആണോ കൂടുതലും വരുന്നത്? എനിക്ക് അനിമേ വരത്തില്ല. എനിക്ക് അനിമേ വരത്തില്ല. എനിക്ക് വേറെ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ. ഓക്കെ, ബാക്ക് ടു ടോപ്പിക് പറയൂ. അപ്പോത്തിഗിരി ഡയറീസ്. അപ്പോത്തിഗിരി ഡയറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോത്തിഗിരി ഡയറീസിന്റെ കാര്യം പറയണമെങ്കിൽ എന്നെ അങ്ങനെ ഒരു ആനിമെ കണ്ടിട്ട് മാങ്ക വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള വളരെ കുറച്ച് ആനിമകളുള്ളൂ. ഡണ്ടടൻ, വൺ പീസ്, മോൺസ്റ്റർ. അവർ കണ്ടു കഴിഞ്ഞിട്ട് അയാളുടെ ബാക്കിയുള്ള വർക്കുകൾ വായിക്കാനാണ് എനിക്ക് തോന്നിയത്, പ്രേരിപ്പിച്ചത്. അപ്പോത്തിഗിരി ഡയറീസ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ച്, ഫസ്റ്റ് സീസൺ അല്ല, ഒരു 4 എപ്പിസോഡ് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ 4 എപ്പിസോഡ് ഉണ്ട്. അങ്ങനെ മാങ്ക എടുത്ത് വെച്ച് ബാക്കി വെച്ചോളൂ. സീസൺ 1 2 ഫസ്റ്റ് മാങ്ക അങ്ങനെ എടുത്ത് വെച്ച് വായിച്ച് മാങ്ക കോട്ടപ്പായി. അതുകൊണ്ട് തന്നെ വഴിക്ക് പിന്നെ തിരിഞ്ഞു കിട്ടില്ലേ. കിടിലം സ്റ്റോറി, കിടിലമാണ്. നല്ല അടിപൊളി പേസിംഗ് ആണ് അതിന്റെ. അത് ആ ഫീമെയിൽ ക്യാരക്ടർ, ഫീമെയിലാണ്, ഫീമെയിലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ആ ഒരു MCAയും അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ച് ചൈനീസ് മെഡീവിയൽ, ഒരു ചൈനീസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നോക്കിയിരുന്നു, ചൈനീസ് തന്നെയാണത്. ഐ തിങ്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും, ഡ്രസ്സിങ് മാത്രമല്ല, ആ ബിൽഡ്, ആർക്കിടെക്ചർ, എസ്തെറ്റിക്സ് എല്ലാം ചൈനീസ് ആണ്. അത് കുറച്ചുകൂടി ജാപ്പനീസ് സമുറായി കിമോണോ അല്ല, അത് ജാപ്പനീസ് അല്ല, കൂടുതൽ ചൈന. ഞാൻ മറ്റേ ദോങ്കുവൊക്കെ കാണുമ്പോൾ അവരിടുന്ന ഡ്രസ്സിങ് ആണ് ഇതിനകത്ത് ഇവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി ഇവർ യൂസ് ചെയ്യുന്നത് മറ്റേ ജിൻസങ് ഒക്കെയാണ് ഈ പറഞ്ഞ ജപ്പാൻകാർ കൂടുതലും പറയുന്ന ഐറ്റംസ്, ഈ പറഞ്ഞ മെയിൻ ഹെർബൽ ഐറ്റംസ് ഒക്കെ മെഡിസിൻസ് ഒക്കെ പറയുന്നത്. ഇത് കുറച്ചും കൂടി പേരും മൗ ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ ജാപ്പനീസ് നെയിം. അതേപോലെ തന്നെ അതിനകത്ത് പറയുന്ന മെഡിക്കേഷൻസിൻ്റെ ഒക്കെ നെയിമും അതിനകത്ത് പറയുന്ന ഈ പറഞ്ഞ ഹെർബ്സിന്റെ പേരും റീജിയണലും ആയിട്ടും ഒക്കെ ചൈനീസ് ആണ്. പക്ഷെ ജാപ്പനീസ് ആനിമയാണ്. ദോങ്കു അല്ല, ആനിമേനാണ്, ജപ്പാനീസ് ആനിമേനാണ്. മസ്റ്റ് റെക്കമെൻഡഡ് ലിസ്റ്റിനകത്ത് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഷോണൻ ഇഷ്ടമുള്ളവർ, ബാറ്റിൽ ഷോണൻ ഇഷ്ടമുള്ളവർ ആ വഴിക്ക് പോകണ്ട. അതിനകത്ത് ഒരൊറ്റ ഫൈറ്റ് പോലും ഇല്ല. ഷോണൻ ഇഷ്ടപ്പെടുന്നവർ ആ വഴിക്ക് പോയാൽ മതി. അല്ല, ബാറ്റിൽ ഷോണൻസിന്റെ ഫാൻസ് ഭയങ്കരമായിട്ട് സത്യം പറയാൻ ഞങ്ങൾ ടോക്സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. ബാറ്റിൽ ഷോണൻസിന്റെ ഫാൻസ്, അതായത് ഫൈറ്റ് കാണണമെങ്കിൽ വല്ല കിൽബില്ല കണ്ടാൽ മതി. ഹൊറർ ഇഷ്ടമാണെങ്കിൽ സോ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മള് വിട്ടുപോയോ? അയ്യോ, നീ എന്നാണ് ഇരുന്ന് പറഞ്ഞത്? ഞാൻ മറന്നുപോയി. ഇപ്പോ ഇതൊക്കെയാണ് നമ്മൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻസിന്റെ ആനിമയുടെ കുറച്ച് റെക്കമെൻഡേഷൻസ്, ഒരു സെറ്റ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം കണ്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ള താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഫൈൻഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളെ വാച്ചിലുള്ള ഞങ്ങളത് പറയാത്തതും നിങ്ങൾക്കറിയാവുന്നതും വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. ദയവായി ഒരേ സാധനവും താഴെ കമന്റ് ചെയ്യരുത്. സോ കാണണ്ടേ, ഞാൻ കാണൂല. അപ്പോൾ നല്ല ആനിമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്ത നല്ല ആനിമയാണ്. ദോങ്കുവ കാണുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ദോങ്കുവ കാണുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ആനിമേസിൽ അണ്ടർ റേറ്റഡ് ആയെന്ന് തോന്നിയിട്ടുള്ള ഒരു 5 ആനിമെ റെക്കമെൻഡ് ചെയ്യുക. ലൈക്ക് എല്ലാവരും റെക്കമെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, അവർക്കത് ഹെൽപ്പ് ആവും. ഇതിന് പുറമെ ഒന്നുമില്ല. So like, subscribe, share. Yeah. Please like the video if you like the video. Okay. Like ചെയ്തില്ലെങ്കിൽ like the video. Please make sure subscribe, bell icon, whatever it is. You know the drill. Yes. Appa that's it. Bye. Bye.